നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണാനിടയായ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ആ വ്യക്തി പങ്കുവച്ചിട്ടുള്ളത് ഒരു പത്ര കട്ടിങ്സ് ആണ്. അതിൽ ആദ്യമായിട്ട് നിമിഷപ്രിയയുടെ വാർത്ത നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ എങ്ങനെയാണ് വന്നത്, അത് ഒരു മാധ്യമത്തിൽ വന്നിട്ടുള്ളൊരു വാർത്തയുടെ ഒരു കട്ടിങ്സ് എടുത്ത് അത് പങ്കുവെച്ചുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തിയുടെ നിലപാടനുസരിച്ചിട്ട് വധശിക്ഷ തന്നെ നിമിഷപ്രിയയ്ക്ക് കിട്ടണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പത്ര കട്ടിങ്സ് ആണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിൽ നിന്ന് ആ ഒരു വാർത്തയും ഇത്രത്തോളം വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആദ്യം വന്ന ആ വാർത്തയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് യമനിൽ പാലക്കാട് സ്വദേശിനി ഭർത്താവിനെ 110 കഷ്ണങ്ങളാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. സന യമനിൽ മലയാളി നഴ്സ് സ്വദേശിയായ ഭർത്താവിനെ 110 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി മുങ്ങി. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ ടോമി തോമസിനെയാണ് യമൻ പോലീസ് തിരയുന്നത്. 4 ദിവസം മുമ്പാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നു. ഇവർ താമസിക്കുന്ന വീട്ടിലെ വെള്ള ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 4 ദിവസം കഴിഞ്ഞ് ദുർഗന്ധം വമിച്ചപ്പോഴാണ് സമീപവാസികളുടെ പരാതിയെ തുടർന്ന് പോലീസ് താമസ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയത്. സംഭവത്തിന് ശേഷം കാണാതായ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. യമനിലെ അൽ ദെയ്ദിയിലെ ആശുപത്രിയിലാണ് ഇവർ ജോലി ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു. ഇരുവരെയും അൽ ദെയ്ദിയിലെ താമസിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. ഇതാണ് വർഷങ്ങൾക്ക് മുമ്പ് നിമിഷപ്രിയയുടെ ഇന്ന് നമ്മൾ ഈ അറിയുന്ന ചരിത്രമൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിന് മുൻപുള്ള ആദ്യമായിട്ട് നമ്മുടെ മലയാള പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത. അതും ഒരു സൈഡിലേക്ക് ചുരുങ്ങി വളരെ ഒരു ചെറിയ ഒരു ഹെഡ്ലൈനോട് കൂടിയിട്ടാണ് ഈ ഒരു വാർത്ത വന്നത്. അത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ വാർത്തയിൽ നിന്ന് തന്നെ വ്യക്തമാകും ആ ക്രൂരതയുടെ ആഴം എത്രത്തോളമാണ് എന്നുള്ളത്. ഇതിൽ കൃത്യമായിട്ട് 110 കഷ്ണങ്ങളാക്കിയാണ് നിമിഷപ്രിയ ഈ യമൻ പൗരനായിട്ടുള്ള തലാലിൻ്റെ ചിത്രവും നിമിഷപ്രിയയുടെ ചിത്രമുണ്ട്. അന്നത്തെ ഈ ഒരു വാർത്തയിൽ വന്നിട്ടുള്ള നിമിഷപ്രിയയുടെ പ്രായം അനുസരിച്ച് നോക്കുമ്പോൾ 29 വയസ്സാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഏതായാലും അതിൽ തലാലിൻ്റെ ഫോട്ടോയുമുണ്ട്. അതനുസരിച്ച് എത്രത്തോളം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ആ നാട്ടിൽ ഒരു മലയാളി നടത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തയുടെ ആഴം നമുക്ക് ആ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് മനസ്സിലാക്കും. ആ ഒരു വാർത്ത അന്ന് നിമിഷപ്രിയയെ യമൻ പോലീസ് പിടികൂടുന്നതിന് മുൻപുള്ള വാർത്തയാണ്. അതുകൊണ്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും പോലീസ് നിമിഷപ്രിയയ്ക്കായിട്ടുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ് എന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു വാർത്ത നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഇന്ന് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു പോസ്റ്റ് ശ്രദ്ധിക്കാനിടയായത്. പോസ്റ്റും ഇതിനോടൊപ്പം തന്നെ കാണിക്കാവുന്നതാണ്. ഏതായാലും ആ വാർത്ത വന്ന് നിമിഷപ്രിയ പിടിയിലാകുന്നു. നിമിഷപ്രിയ യമനിലെ ജയിലിലേക്ക് പോകുന്നു. അതിന് പിന്നാലെ തന്നെ നിമിഷപ്രിയയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു, നിമിഷപ്രിയയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ചിട്ടൊന്നും എവിടെയും ആരും പറഞ്ഞില്ല. ഒരു കാര്യം മാത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇനി മരിക്കാനാണ് വിധിയെങ്കിലും സത്യം എല്ലാവരും അറിയണം. എന്നോട് ഒരിക്കലെങ്കിലും സംസാരിക്കാതെ ആരൊക്കെയോ പറഞ്ഞ കഥകളാണ് നാട്ടിലെല്ലാവരും അറിഞ്ഞത്. ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകുമെന്ന ആത്മവിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ടെന്നാണ് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ സനായിലെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന നിമിഷപ്രിയ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്. ഇന്ന് നിമിഷപ്രിയയും അവരുടെ കുടുംബവും മാത്രമല്ല കേരളം മുഴുവൻ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരിക്കുകയാണ്. തലാലിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിലാണ് നിമിഷപ്രിയയുടെ വിധി. ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ അവർ തയ്യാറായാൽ മാത്രമേ നിമിഷപ്രിയയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകൂ. 2008 ജോലിക്കായി യമനിലേക്ക് പോയി. യമന്റെ തലസ്ഥാനമായ സനായിലെ സർക്കാർ ആശുപത്രിയിൽ നഴ്സായി ജോലിക്ക് കയറി. സ്വന്തം സ്ഥാപനം തുടങ്ങാൻ 2014 ജോലി രാജിവെച്ചു. എന്നാൽ യമനിലെ നിയമപ്രകാരം യമൻ പൗരന്മാർക്ക് മാത്രമേ അവിടെ സ്ഥാപനം തുടങ്ങാനുള്ള ലൈസൻസ് കിട്ടുകയുള്ളൂ. അപ്പോഴാണ് യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ പരിചയപ്പെടുന്നത്. വസ്ത്രവ്യാപാരിയായിരുന്ന തലാലുമായി ചേർന്നാണ് 2015 പ്രിയ അൽ അമൻ മെഡിക്കൽ ക്ലിനിക്സ് തുടങ്ങുന്നത്. ബിസിനസ് പങ്കാളി എന്ന രീതിയിൽ നല്ല രീതിയിലായിരുന്നു ആദ്യകാലത്ത് തലാലിന്റെ പെരുമാറ്റം. എന്നാൽ പതിയെ അതിന് മാറ്റം വന്നു. നിമിഷപ്രിയയെ ഉപദ്രവിക്കാൻ തുടങ്ങി. നിമിഷപ്രിയ ഭാര്യയാണെന്നാണ് അയാൾ പലരോടും പറഞ്ഞത്. അവരുടെ പാസ്പോർട്ടും മറ്റു രേഖകളും കൈവശപ്പെടുത്തി. ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ എടുത്തു. നാട്ടിലുള്ള കുടുംബത്തോട് സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. തലാൽ മോശമായി പെരുമാറുന്നെന്ന് 2016 നിമിഷപ്രിയ പോലീസിൽ പരാതി നൽകി. ജയിലിലായ തലാൽ പുറത്തിറങ്ങിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി. താൻ ഭാര്യയാണെന്നും തലാൽ പലരെയും വിശ്വസിപ്പിച്ചുവെന്നും വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നും നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരുന്നു. പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹവും നടത്തി. ക്ലിനിക്ക് തുടങ്ങാൻ സഹായിച്ചെങ്കിലും വരുമാനം മുഴുവൻ തലാൽ എടുത്തെന്നും തന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത് വിറ്റെന്നും നിമിഷ കോടതിയിൽ അറിയിച്ചിരുന്നു. 2017 ജൂലൈ 25 ശേഷം
തലാൽ അബ്ദു മഹദിയെ കാണാതായി. ബന്ധുക്കൾ തിരച്ചിൽ തുടങ്ങി. നിമിഷപ്രിയ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുകളിലെ വാട്ടർ ടാങ്കിൽ നിന്നും വെട്ടിമുറിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. അതിനിടെ നിമിഷപ്രിയ അവിടെ നിന്ന് 200 കിലോമീറ്ററോളം അകലെയുള്ള ഒരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നിരുന്നു. നിമിഷപ്രിയയ്ക്കായി തിരച്ചിൽ തുടങ്ങിയ പോലീസ് പത്രങ്ങളിൽ നൽകിയ ഫോട്ടോ കണ്ട് ആശുപത്രി അധികൃതരാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജീവൻ പോലും അപകടത്തിലാകുമെന്ന് വന്ന ഘട്ടത്തിൽ അനസ്തീഷ്യയ്ക്കുള്ള കെറ്റാമൈൻ എന്ന മരുന്ന് കുത്തിവെച്ച് തലാലിനെ മയക്കി ശേഷം പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടുകയായിരുന്നെന്നാണ്, കൊലപാതകം ചെയ്തിട്ടില്ലെന്നുമാണ് നിമിഷപ്രിയ പിന്നീട് കോടതിയിൽ പറഞ്ഞത്. എന്നാൽ പോലീസ് പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല. കെറ്റാമിൻ കുത്തിവെച്ച് മയക്കിയ ശേഷം തലാലിനെ നിമിഷപ്രിയ കൊല്ലുകയായിരുന്നുവെന്നാണ് കുറ്റപത്രം. ഏതായാലും വധശിക്ഷ നടപ്പിലാക്കുന്നു എന്ന വാർത്തകൾ വന്നതോടെ ഇപ്പോൾ യമനിലെ വധശിക്ഷ ഉൾപ്പെടെയുള്ള അവിടുത്തെ ശിക്ഷാവിധികൾ ലോകത്തിന് മുന്നിൽ വീണ്ടും ചർച്ചയാവുകയാണ്. യമനിലെ പല നിയമങ്ങളും ശിക്ഷാരീതികളും ഒരു പരിഷ്കൃത സമൂഹത്തിന് വിചിത്രമായി തോന്നിയേക്കാവുന്ന തരത്തിലുള്ളതാണ്. ഇതിനെ അപലപിച്ചു മുന്നറിയിപ്പ് നൽകിയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ മുൻപോട്ട് വന്നിട്ടുമുണ്ട്. എങ്കിലും ഇന്നും ലോകത്ത് ഉയർന്ന വധശിക്ഷാ നിരക്കിന് കുപ്രസിദ്ധമായ രാജ്യമാണ് യമൻ. പ്രായപൂർത്തിയാകാത്തവരെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നവരെയും സാമൂഹിക മാനസിക വൈകല്യങ്ങൾ ഉള്ളവരെയും വരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ മടിയില്ലാത്ത നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് യമൻ. അന്താരാഷ്ട്ര തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ലംഘനം, നിർബന്ധിത കുറ്റസമ്മതം, പരിമിതമായ നിയമസഹായം തുടങ്ങി നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന രാജ്യം കൂടിയാണത്. ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ പലതവണ രംഗത്തെത്തിയിട്ടുണ്ട്. വെടിവെച്ചും കല്ലെറിഞ്ഞും തൂക്കിലേറ്റിയും തലവെട്ടിയും വധശിക്ഷ നടപ്പിലാക്കാൻ രാജ്യത്ത് നിയമമുണ്ടെങ്കിലും കല്ലെറിഞ്ഞ് കൊല്ലുന്ന രീതി അടുത്ത കാലങ്ങളിൽ നടപ്പാക്കിയതായി റിപ്പോർട്ടുകളില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് മാപ്പ് നൽകാൻ അധികാരമുള്ളത് യമന്റെ പ്രസിഡന്റിന് മാത്രമാണ്. കൂടാതെ രാജ്യത്തെ ഏത് കോടതി ആർക്ക് വധശിക്ഷ വിധിച്ചാലും അത് പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. പരസ്യമായി വധശിക്ഷയ്ക്കായി തയ്യാറാക്കിയ പ്രത്യേക സ്ഥലത്ത് വെച്ചും ശിക്ഷാവിധി നടപ്പാക്കാറുണ്ട്. ശരീഅത്ത് നിയമങ്ങളുള്ള ക്രിമിനൽ കോടതികൾക്ക് കീഴിലാണ് യമനിലെ വിചാരണകൾ നടക്കുന്നത്. വധശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ വിധിന്യായങ്ങൾ പലപ്പോഴും പുരുഷ സാക്ഷികളുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ന്യായമായ വിചാരണ മാനദണ്ഡങ്ങൾ നടപ്പാക്കണമെന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ വധശിക്ഷ ഒഴിവാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ യമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും യമൻ അതൊന്നും ചെവികൊണ്ടിട്ടില്ല. കൊലപാതകം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തീവ്രവാദം, ബലാത്സംഗം, ലഹരി കൈവശം വയ്ക്കൽ, സ്വർഗരതി, രാജ്യദ്രോഹം, ചാരവൃത്തി, സൈനിക കുറ്റകൃത്യങ്ങൾ എന്നീ കുറ്റങ്ങൾ ചെയ്ത പ്രതികൾക്ക് യമന്റെ ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം വധശിക്ഷ വിധിക്കാം. സ്വവർഗരതി രാജ്യത്ത് അനുവദനീയമല്ലാത്തതിനാൽ പരസ്പര സമ്മതത്തോടെയുള്ള സ്വർഗ അനുരാഗവും വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ലോകത്തിന്റെ സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി തയ്യാറാക്കിയ അന്താരാഷ്ട്ര ഉടമ്പടി ആർട്ടിക്കിൾ 6 പ്രകാരം ഗുരുതരമല്ലാത്ത കുറ്റങ്ങളെന്ന് പട്ടികപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് പോലും യമനിൽ വധശിക്ഷ ലഭിച്ചേക്കാം. സ്വവർഗരതി രാജ്യത്ത് അനുവദനീയമല്ലാത്തതിനാൽ പരസ്പര സമ്മതത്തോടെയുള്ള സ്വർഗ അനുരാഗവും വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. യമനിൽ വധശിക്ഷ നടത്തുന്നത് 2 തരത്തിലാണ്. പരസ്യമായ വധശിക്ഷയും അധികാരികൾ മാത്രം സന്നിധരായി നടത്തുന്ന ശിക്ഷയുമുണ്ട്. പരസ്യമായി വധശിക്ഷ നടപ്പാക്കുക എന്നുള്ളത് തികച്ചും സാധാരണമാണ്. ഇതിടയ്ക്കിടെ യമനിൽ അരങ്ങേറാറുമുണ്ട്. യമൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 485, 487 എന്നിവ പ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. അത് കുറ്റമറ്റതായി കൃത്യതയോടെ നടപ്പാക്കുക എന്നുള്ളതാണ് യമന്റെ രീതി. തലവെട്ടുകയാണെങ്കിൽ ഒറ്റവെട്ടോടെ കുറ്റവാളി കൊല്ലപ്പെടണം. വെടിയുതിർത്ത് വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ മരണസാധ്യത കൂടുതലുള്ള ഭാഗത്ത് വെടിവെക്കുക. മരണം സ്ഥിരീകരിക്കുന്നത് വരെ വെടിയുതിർക്കുക എന്നുള്ളതാണ് രീതി. കല്ലെറിഞ്ഞുള്ള ശിക്ഷാവിധിയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ പ്രതി കൊല്ലപ്പെടുന്നത് വരെ നിരന്തരം കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. കല്ലെറിഞ്ഞുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ സാക്ഷികളുടെ സാന്നിധ്യവും മതനിയമങ്ങൾ അനുശാസിക്കുന്ന വിശ്വസ്തരുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തും. വധശിക്ഷ നടപ്പാക്കിയ ശേഷം മൃതദേഹം പൊതുദർശനത്തിനായി തടിയിൽ കെട്ടിത്തൂക്കുന്ന പ്രാകൃത രീതിയും യമൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 486 ഉൾപ്പെടുന്നുണ്ട്. 3 ദിവസം വരെ മൃതദേഹം ഇപ്രകാരം പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുവാദമാണ് ഭരണഘടന നൽകുന്നത്. കല്ലെറിയലും തൂക്കിക്കൊലയും നിയമപരമാണെങ്കിലും നിലവിൽ യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് വെടിയുതിർത്താണ്. തൂക്കുകയറും ശിരച്ഛേദവും നടന്നിട്ടുണ്ടെങ്കിലും സമീപകാലത്തൊന്നും കല്ലെറിഞ്ഞ് വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല. പരവതാനിയിൽ കിടത്തി കുറ്റവാളികളുടെ പിന്നിൽ നിന്ന് നട്ടെല്ലിലേക്ക് 1-ലധികം തവണ വെടിയുതിർത്താണ് വധശിക്ഷ നിലവിൽ നടപ്പാക്കുന്നത്. നട്ടെല്ലിലെ കശേരുക്കൾ തകർന്ന് പ്രതി മരണപ്പെടും. പിന്നീട് മെഡിക്കൽ പ്രൊഫഷണൽ എത്തി മരണം സ്ഥിരീകരിക്കും. ഇനി യമനിലെ നിയമമായ ഹുദൂദ് പ്രകാരം പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ അതിന്റെ ഭാഗമായി വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപും ചാട്ടവാറടിയും നടപ്പിലാക്കും.
ഇത്രയേറെ ശിക്ഷാരീതികൾ, കടുത്ത നിയമ ശിക്ഷാ നടപടികളുള്ള രാജ്യമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്കത് ഒരിക്കലും മാപ്പറിയിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് തലാലിൻ്റെ കുടുംബവും ഇത്രയും കാലമായിട്ടും യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്ക് പോലും മുതിരാതെ നിൽക്കുന്നത്.